ഹലോ, ഹായ് നമസ്തേ, ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് പുതിയ വീഡിയോയില് നമ്മുടെ ആകാംക്ഷയൊക്കെ കാത്തിരിക്കുന്നുണ്ട്. നമ്മളൊരു പുതിയൊരു സാധനം അൺബോക്സ് ചെയ്യാൻ പോവാണ്. പുതിയ സാധനം എന്ന് വെച്ചാൽ നമ്മുടെ ബേബി വാക്കർ. ഓക്കെ, ബേബി വാക്കർ, എന്റെ ബേബിക്ക് വാക്കർ കേട്ടാ. സോ അവള് ചോദിക്കുന്നുണ്ട്. 9 മാസമായി. 9 മാസമാവുന്നു. 9 മാസമായി. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഓരോ അടി വെച്ച് നടക്കാനുള്ള പ്രായം ആകാറായി. മദേഴ്സ് ലവ് ആൻഡ് ഫസ്റ്റ് സ്റ്റെപ്പ് ആർ മോർ ഇമ്പോർട്ടൻറ്റ് എന്നാണ് അതിന് പറഞ്ഞിരിക്കുന്നത്. ഒബ്വിയസ്ലി അത് തന്നെയാണ്. മദേഴ്സ് ലവ്, പിന്നെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് അല്ലേ. ഇതുവഴി ഫസ്റ്റ് സ്റ്റെപ്പ് പെട്ടെന്ന് എടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. മുത്തേ, നമുക്ക് തുറക്കാം. ഇത് എവിടെ നിന്നാ തുറക്കേണ്ടത് നോക്കട്ടെ. അതെ, ബേബി വാക്കർ നോക്കിയേ, ആവശ്യം വാക്കർ നോക്കിയേ. കളർ റെഡ് വിത്ത് യെല്ലോ ആണ് നമ്മൾ ചൂസ് ചെയ്തത്. ബോക്സിനകത്തുള്ള കളർ റെഡ് വിത്ത് വൈറ്റ് ആണ്. പക്ഷെ ഇതിനകത്ത് പോകാൻ മറ്റേ അതിനകത്തുള്ള കളർ റെഡ് വിത്ത് യെല്ലോ ആണ്. ഓക്കെ, ഇതിന്റെ ബാക്കി സെറ്റുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ടോയ്സ് ആണ് തോന്നുന്നു. മുമ്പിൽ വെക്കാൻ പറ്റുന്ന ടോയ്സ് അങ്ങനെയാണെന്ന് തോന്നുന്നു. എല്ലാം തുറന്നിട്ട് നമ്മളതെല്ലാം സാനിറ്റൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാനിറ്റൈസ് വെച്ച് കുറച്ച് നേരമായി. അപ്പോൾ നമുക്കിത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാനുള്ള ഇത് കണ്ടില്ലേ, അതിൻ്റെ വീലും പിന്നെ ഫ്രണ്ടിൽ വെക്കാനുള്ള കളിപ്പാട്ടങ്ങളെല്ലാം കൂടെ തനിയൊരു ബോക്സിൽ തന്നാണ്. അപ്പോൾ അതെല്ലാം കൂടി ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ താഴെ കൊട്ടാം. യെസ്, അതെല്ലാം നമ്മൾ താഴെ കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് നെക്സ്റ്റ് പിന്നെ വന്ന പാക്കാണ് അതിനകത്തുള്ളതാണ്. അതിൻ്റെ സീറ്റാണ്. ഓക്കെ, സോ വാക്കറിൻ്റെ അടിയിൽ ഫിറ്റ് ചെയ്യുന്ന സീറ്റാണ്. അപ്പോൾ സാധനങ്ങളെല്ലാം റെഡി. ഇനി ഇത് ഫിറ്റ് ചെയ്യണം. ഇപ്പോൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് ബോക്സിൽ തന്നെ ഈ സൈഡിലുള്ള ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. അതിന് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്. ഇത് 2 ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു മിനിറ്റ് ഇപ്പം ശരിയാക്കി തരാം. കളിപ്പാട്ടങ്ങൾ നോക്കി. ഓക്കെ, അപ്പോൾ അവൾ അത് വെച്ച് കളിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇത് വേറെ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഇവിടെ ക്ലിയർ ആയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നോക്കിയിട്ട് ഓരോന്നോരോന്ന് ഫിറ്റ് ചെയ്യാം. അത് കൂടാതെ തന്നെ ഒരു പേപ്പറും അതിൻ്റെ സ്റ്റെപ്സ് പറഞ്ഞിട്ടൊന്നും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇത് ഇട്ടിട്ട് ഇത് ഫോളോ ചെയ്ത് നമുക്കെല്ലാം ഫിറ്റ് ചെയ്യാം. ഓക്കെ, ആളത് എടുത്ത് ചാടി എടുക്കാൻ റെഡിയായി നിൽക്കുന്നതാണ്. മറ്റേ 5 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് ഇപ്പം ശരിയാക്കി തരാം. ഓക്കെ, ഇപ്പം ശരിയാക്കി തരാം കേട്ടോ. അത് സങ്കടം വരുന്നത് എല്ലാം കണ്ടിട്ട് എടുക്കാൻ പറ്റാത്തപ്പോൾ സങ്കടം വരില്ല. അപ്പോൾ നമുക്കൊന്ന് വേഗം ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് മേലോട്ട് പുഷ് ചെയ്യാം. ഓക്കെ, ഇത് ഓൾറെഡി ഫുൾ സൈസ് മേലോട്ട് വന്നു. നമുക്ക് അടുത്ത ഫസ്റ്റ് ഇതിൽ വീല് ഫിറ്റ് ചെയ്യാം. അപ്പോൾ അപ്പ് സൈഡ് നമ്മൾ വെക്കാം. ഓക്കെ, സോ ഇതിൽ വീൽസ് ഉണ്ട്. ഓക്കെ, വീൽസ് എല്ലാം നമുക്ക് കറക്റ്റ് അതിനകത്ത് ഹോൾ ഉണ്ട്. നമുക്ക് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇതിൻ്റെ മേലെന്ന് നമ്മുടെ മറ്റേ ടോയ്സ് പാനാണ്. അത് ആക്ച്വലി ടോയ്സ് പാൻ എടുത്ത് പുറത്തെടുത്തിട്ട് അടിയിൽ നിന്ന് അത് ആക്ച്വലി ഫസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. നമ്മൾ ഇതൊക്കെ ഫിറ്റ് ചെയ്തതിന് മുമ്പ് തന്നെ ഈ ഇതെടുത്ത് ട്രേ എടുത്തിട്ട്
അതിനകത്ത് നമുക്ക് ബാറ്ററി ഇടാൻ പറ്റും. സോ ഇവിടെ 2 ഡബിൾ എയുടെ ബാറ്ററി ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, സോ സ്ക്രൂ ഡ്രൈവർ വെച്ച് അഴിച്ച് അതിനകത്ത് 2 ബാറ്ററി ഇടാം. അപ്പോൾ നമ്മുടെ മ്യൂസിക് സിസ്റ്റം വർക്കാവും. സോ ഇവിടെ 3 പ്ലേ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മളത് അഴിച്ച് ബാറ്ററി ഇട്ട് നോക്കാം. ബാറ്ററി ഇട്ടതിൻ്റെ സൗണ്ട് നോക്കാം. ഓക്കെ, സോ നമ്മൾ ബാറ്ററിയുടെ ഹോൾഡർ അഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ബാറ്ററി ഇടാം. ബാറ്ററി ഇട്ട് 2 ഡബിൾ എ ബാറ്ററിയാണ്. ഓക്കെ, നമ്മുടെ ആള് വരുന്നുണ്ട് പുറകിലെ സൈഡിൽ. 2 ഡബിൾ എ ബാറ്ററി ഇടാം. സോ ബാറ്ററി ചേഞ്ച് ചെയ്യണമെങ്കിൽ കൂടെ തന്നെ ഇതിവിടെ ബാറ്ററി ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതുപോലെ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് അഴിച്ച് ബാറ്ററി ചേഞ്ച് ചെയ്യാം. ഓക്കെ ഓക്കെ, സോ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. മൂന്ന് പ്ലേ ബട്ടൺ ഉണ്ട്. വ്യത്യസ്തമായ 3 മ്യൂസിക് അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ശരിയായി. എവിടെ ലൈറ്റ് ഒന്നുമില്ല, ഓഫ് ചെയ്ത് വെക്കാനുള്ള സ്ഥലവും ഇല്ല. ഓക്കെ, ആളിപ്പോൾ തന്നെ എണീച്ച് പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് ഫിറ്റ് ചെയ്യാം. ഓക്കെ, വാവച്ച് നോക്കിയിട്ട് ഫിറ്റ് ചെയ്യാം. യെസ്, ഓക്കെ. നമുക്കിനി സീറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. ഓക്കെ, അവളെ ഇപ്പം തന്നെ റെഡിയായി കയറി എടുക്കാൻ റെഡിയായി ഇരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഒരു മിനിറ്റ് മുത്തേ പാടാ, നമുക്ക് ഇവിടെ ഇരിക്കും. ഓക്കെ, അപ്പോൾ സീറ്റ് ഫസ്റ്റ് ഫിറ്റ് ചെയ്യേണ്ടത് നമുക്ക് ഇതിനകത്തോട്ട് സ്റ്റാർട്ടല്ലേ. ഓക്കെ, സീറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇത് ബാക്ക് കുഷ്യനാണ്. ബാക്കിനകത്ത് ഇവിടെ 4 ബട്ടൺ ഉണ്ട്. പിന്നെ സൈഡിൽ ഇതേപോലെ 2 സൈഡ് 2 ബട്ടൺ ഈ ഗ്രീൻ കളറിലുണ്ട്. അത് സ്ക്രൂ പോലെ നമ്മൾ മറ്റേ ഹുക്ക് ചെയ്ത് ഇടുന്നതാണ്. ഓക്കെ, സ്ക്രൂ അല്ല, ഒരു ഹുക്ക് പോലുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ എടുക്കുക, അതിനകത്ത് ഫിറ്റ് ചെയ്തിട്ട് സിമ്പിളായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, റൈറ്റ്. സോ വയ്ക്കുക, ഇതിനകത്ത് ഇടാം. ഓക്കെ, ഇത് നോക്കിയൊക്കെ പുറകിൽ നമ്മൾ 4 ഹുക്ക് ഉണ്ട്. അപ്പോൾ 4 ഓരോന്നോരോന്നായിട്ട് ഇടാം. ഇത് ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കറക്റ്റ്. ഇനി നമുക്ക് ഈ ഫ്രണ്ടിലെ ഹുക്ക് കൂടെ ഓക്കെ ഇവിടെ അതിനുള്ള ഹോളുണ്ട്. ഈ ഹോളിനകത്ത് ഇതൊന്ന് ഹുക്ക് ചെയ്തിടാം. യെസ്, ഈ 2 സൈഡ് കൂടെ ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ട് അപ്പോൾ ഇത് എല്ലാ ഫിറ്റിങ്സ് നമ്മൾ റെഡിയാക്കി കറക്റ്റായി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കുഷ്യൻ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഓക്കെ, ഇരിക്കുമ്പോഴത്തേനും ഇതിന് 2 കാലിടാനുള്ള സൗകര്യം, അതുപോലെ തന്നെ എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റാണ്. 3 പ്ലേ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ സൈസ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അടിയിൽ തന്നെ ഇവിടെ ഒരു പുഷ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ പുഷ് ബട്ടൺ നമുക്ക് ഇത് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഹൈറ്റ് താഴത്ത് ഇതുകൊണ്ട് അല്ലേ നോക്കി ഉണ്ടോ, ഇതിങ്ങനെ നമ്മൾ ഹൈറ്റ് താഴത്ത് കൂടുതൽ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എല്ലാം റെഡി. യെസ്, നമ്മുടെ ആൾ റെഡി ആയിട്ട് ഇരിക്കാൻ താഴത്ത് നടന്നു. യെസ്, നമുക്ക് നമ്മുടെ സ്ക്രീൻ കൂട്ടി അതിനകത്ത് തിരുത്താം. യെസ്, കാല് സൈഡിലിടുമോനെ. അടിപൊളി. ഈ കാല് കൂടെ ഓക്കെ. കറക്റ്റ് അവള് കാല് കറക്റ്റായിട്ട് മുട്ടുന്നുണ്ട്. അപ്പൊ നടക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഫോൺ അടിച്ചിട്ടാണ് ആള് വരുന്നത്. ഇല്ല മോളെ, ഫോൺ അടിച്ചിട്ടാണ് വരുന്നത്. അവൻ ഇങ്ങനെ നോക്കടാ, നടന്നേ ചെറുതായിട്ട് ടച്ച് ആവുമ്പോൾ വീല് മൂവ് ആവും. അപ്പൊ അങ്ങനെ പെട്ടെന്ന് നടക്കാനുള്ള ഒരു ടെൻഡൻസി കൂടും. അതാണ് നമ്മൾ ഈ ഒരു വാക്കർ തന്നെ വാങ്ങിച്ചിരിക്കുന്നത്. മ്യൂസിക് ഉണ്ട്, അത്യാവശ്യം കുറെ കളിപ്പാട്ടങ്ങളുണ്ട്. സംഭവങ്ങളുള്ള കുറച്ച് സ്ട്രോങ് ആയ പ്ലാസ്റ്റിക് തന്നെയാണ്. ഐ തിങ്ക് ആൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ. കുഞ്ഞുകുട്ടാ
ആവശ്യം വാ ചക്കര വാ അവൻ്റെ വണ്ടിയിൽ ഓടി ഓടി വാ ഓടി 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 എവിടേക്കാണ്